നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം അവരുടെ ആത്മവിശ്വാസവും ധൈര്യമൊക്കെ വർദ്ധിച്ച് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകുവാൻ വളരെ നല്ല സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ആ ടാലൻറ്റ് അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ജോലിയുടെ ആ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യാനും അത് ഏത് രീതിയിൽ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ട് അവർക്ക് നിർവഹിക്കാനും പറ്റുന്നൊരു സമയം കൂടിയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ജോലിയിടത്തിലുണ്ടെങ്കിൽ അത് ആര് കൊണ്ടുവന്നാലും ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സുഖമായിട്ട് മാറ്റി നമ്മുടെ ജോലിയിൽ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം. മറ്റൊരാൾക്ക് മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഒരു കാരണവശാലും പറയാതിരിക്കുക. കുടുംബത്തിൽ നല്ല സന്തോഷമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കും. പങ്കാളിയുടെ വാക്കിന് ഒരല്പം കൂടി വില കൊടുത്ത് അവരുടെ ഇഷ്ടങ്ങൾ കൂടി അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വരുന്ന ഒരു വർഷമല്ല, എപ്പോഴും. അതുപോലെ തന്നെ അത് കൂടുതൽ സാമ്പത്തികം വരവുണ്ടാവും, പക്ഷേ കൂടുതൽ ചെലവുണ്ടാകാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ്. അതുകൊണ്ട് പൈസ സൂക്ഷിക്കുന്ന കാര്യവും സാമ്പത്തികം സൂക്ഷിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ടതാണ്. വീട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടോ അതിൻ്റെ റിനോവേഷനായിട്ട് ബന്ധപ്പെട്ടോ ഒരുപാട് സാമ്പത്തികം പൈസ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനും ചിലവാകാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ അത് ഫ്ലറിഷ് ചെയ്ത് വരാനും കൂടെ നല്ല സമയം കൂടിയാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാകും. പക്ഷേ പൊതുജനങ്ങളായിട്ട് ഇടപെടുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് കോൺഷ്യസ് ആയിട്ട് തന്നെ വേണം ഇടപെടുവാൻ. മീഡിയയിലും സിനിമാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വരാനും നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഈ നക്ഷത്രക്കാരായ കുട്ടികൾ അവരുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ വാക്കുകൾ കൃത്യമായിട്ട് കേട്ടനുസരിച്ചാൽ അവരുടെ കരിയറിൽ, അതായത് വിദ്യാഭ്യാസത്തിൽ അവർക്ക് നല്ല മാർക്കിലും എല്ലാ രീതിയിലും അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരുപാട് രാത്രി യാത്രകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കഴിവതും ഒഴിവാക്കി വിടുക. അതുപോലെ തന്നെ നട്ടിൽ സംബന്ധമായിട്ട് കഴുത്ത് സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഈ വർഷം മുന്നോട്ട് പോകാൻ. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.